ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഒരു ചെറിയ ചെമ്മീൻ കറി എങ്ങനെ വെക്കുക എന്നുള്ളതാണ്. ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കിലോ ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് അതൊന്ന് വെക്കണത് എന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അതിനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പോണ് നുറുക്കിയിട്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വൃത്തിയാക്കി എടുത്തു. ആകെ കുറച്ചുണ്ടായാലും ഉണ്ടാക്കി വന്നപ്പോൾ അതിലേക്കായിട്ട് നമുക്കിനൊരു 2 സവാള എടുത്തിട്ടൊന്ന് അറിയാം. വലിയ സവാളയാണ് എടുത്ത് നോക്കുന്നത്. അതരിഞ്ഞ് നമുക്ക് ഒരു ചെഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ സവാള എടുത്തിടാം. അതിക്കും വെളിച്ചെണ്ണയ്ക്ക് വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെട്ടാ. ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട മറ്റുള്ള ചേരുവകളൊക്കെ ചേർക്കാം. ഇത് ചെറുതായിട്ട് ചൂടായിട്ട് വരുന്നത് ഞാനല്ല ഇത് പ്രിപ്പയർ ചെയ്യണത്, എൻ്റെ മോളാണ് കേട്ടോ, മായ്മു. ചെറുതായിട്ട് ഞാനൊന്ന് ഇടയ്ക്കൊന്ന് സഹായിക്കാറുണ്ട് കുട്ടിക്ക്. അപ്പോൾ എൻ്റെ ഒരു സഹായം കൂടിയാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ബോറടിച്ചു തുടങ്ങി എനിക്ക്. മോളടുത്ത സാധനം കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി, പച്ചമുളക്, മല്ലിയില. മോൾട്ട് ഇത് അതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പച്ചമുളകാണെന്നാണ് ഫസ്റ്റ് തന്നെ അരിയണത് കുട്ടി അത് അരിഞ്ഞിട്ട് പച്ചമുളക് കുട്ടി ചെഞ്ചട്ടിലേക്ക് എടുത്തിട്ട് കേട്ടോ. രണ്ടും കൂടി ഒന്ന് ചൂടായി വരാനായിട്ട് ചെയ്യണേ. ഘട്ടം ഘട്ടമായിട്ട് ആൾ ചെയ്യുള്ളൂ, അല്ലേ നമ്മൾ ഒരുമിച്ച് ചെയ്യില്ല. പിന്നെ ഉള്ളത് 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞങ്ങൾ. 2 അല്ലി കേട്ടോ, സോറി, 4 അല്ലി വെളുത്തുള്ളി. 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം എടുത്ത്. ഇനി കുട്ടിയുടെ ഇഞ്ചി കഷ്ണം വെളുത്തുള്ളി കൂടിയിട്ട് ഇത് നമ്മുടെ മറ്റമ്പടെ വരലില്ലേ അതിലിട്ടിട്ട് ഇടിക്കണ്. പേസ്റ്റ് പരിവാക്കി എടുക്കാനായിട്ടാണ് കുട്ടി ചെയ്യണത്. അതേ അവൾക്ക് മിക്സിയിലിട്ട് ചെയ്യണത് ഒരു ഇഷ്ടമില്ല, ഇങ്ങനെ ചെയ്യണത് ഇഷ്ടമുള്ള. അപ്പം അതൊക്കെ അത് ഇടിച്ച് ഇങ്ങനെ അവളുടെ പരുവത്തിൽ അങ്ങോട്ട് ആക്കിയെടുത്ത് ഇതിൻ്റെ നേരെ നമ്മുടെ മറ്റേ സവാളയും പച്ചമുളക് എടുത്തിട്ടില്ല ആ ചീനച്ചട്ടിയിലേക്ക് ഇത് വീണ്ടും എടുത്തിട്ടാണ് ഉള്ളത്. ഇനി അവളുടെ ഐഡിയ എന്നിട്ടാണ് നമുക്കറിയത്തില്ല കേട്ടാ. അത് വീണ്ടും ഇളക്ക് തന്നെയാണ് ആൾ. ഇതൊന്നും മൈൻഡ് ചെയ്യണില്ല കേട്ടോ ആൾ. അതിന് ശേഷം ഒരു ചെറിയ തക്കാളിയുടെ ഒരു 1/2 പീസ് എടുത്തിട്ട് അതിലേക്ക് മിക്സിയിലെ ജാറിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് മിക്സിയിൽ അടിച്ചുകൊണ്ടിട്ടാണ് എൻ്റെ ഇവിടെ കുട്ടിയേ, എൻ്റെ മുത്ത് അടിച്ചോടുന്നു. പിന്നെ ഇപ്പം എന്നിട്ട് ചെയ്യണം ഇപ്പോൾ ആൾ. കുറച്ച് വേപ്പിൻ്റെ ഇല എടുത്തിട്ട് അതിലേക്ക് ഇട്ടു നിങ്ങളുടെ ഇതിലേക്ക്. ഇനി ഇത് വീണ്ടും ഇളക്കി കൊടുക്കണം. ആൾ എന്തിട്ടല്ല അപ്പോൾ കുറച്ച് നേരം ഇളക്കി നിൽക്കണം. അതിന് ശേഷം കുട്ടി കുറച്ച് വെളിച്ചെണ്ണ പോരായിട്ടുണ്ടോണ്ട് അപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കണം കംപ്ലീറ്റ്. പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് വയ്ക്കും. ഇത് വീണ്ടും ഇളക്കി കൊടുക്കും. എന്തിട്ടാലും അപ്പം തന്നെ കുറച്ച് നേരം ഇളക്കി കൊണ്ടിരിക്കുക ആൾ. ഇനിയാണ് നമ്മുടെ മറ്റേ തക്കാളിയുടെ സാധനം മിക്സ് ചെയ്ത് വെച്ചത് ഇത് എടുത്തിട്ടുണ്ടാവുള്ളൂ അതിൽ. അതൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ആൾ. ഫുള്ള് എടുത്തിടും. ഒറ്റ സാധനം വേസ്റ്റ് കളയിൽ കൂട്ടി വീണ്ടും എന്നോട് ഇളക്കാൻ പറഞ്ഞു. എല്ലാതും കൂടിയിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇളക്കിക്കൊണ്ടിരുന്നു. അവൾക്ക് എന്തോ ചെയ്യേണ്ടതുകൊണ്ടേ അടുത്ത ഘട്ടത്തിലേക്ക്, അതിന് വേണ്ടിയിട്ട് എന്നോട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കും. പിന്നെ വേറെ ഒന്നുമില്ല, ആളിത് മുളക് പൊടി 2 ടീസ്പൂണ്, മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ടു. അതൊക്കെ എടുക്കാൻ പോയതാണേ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. കുരുമുളക് പൊടി ഇട്ടു കുറച്ച്. ഞാൻ ആളുടെ ഫേവററ്റ് 2 സാധനം ഉണ്ട് കേട്ടോ. ഇപ്പോൾ വരും അത് എന്ത് ചെയ്താലും. ഇത് ഗരം മസാലപ്പൊടി, പിന്നെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടി. ഇങ്ങനെ ഐറ്റംസ് വയ്ക്കുമ്പോൾ ആൾ അപ്പം അതിലിട്ടത്. അത് ആളുടെ ഒരു ഇതാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റിന് കേട്ടോ കഴിക്കാനായിട്ട്. നമുക്ക് നമ്മളൊരിക്കലും കൊള്ളാവുന്നു, പക്ഷെ കൊള്ളാവില്ല. ഭയങ്കര ടേസ്റ്റ് ആ സാധനം വരിക. ഇനി ഇതാ വീണ്ടും അതിനൊന്ന് ഇളക്കി ഇങ്ങനെ പരുവത്തിലാക്കി എടുക്കുക. ഇങ്ങനെ കുറച്ച് വയ്ക്കുള്ളൂ, പക്ഷെ വെക്കുന്ന സാധനം നമ്മുടെ വിരൽ കടിച്ചതിന് നമ്മൾ അത്ര ടേസ്റ്റിൽ വയ്ക്കുള്ളൂ അവൾ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഇതായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറേശ്ശെ വെള്ളം വെച്ചുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് വെള്ളം ഒഴിക്കില്ല അവൾ. കുറച്ചായിട്ട് ഒഴിക്കുള്ളൂ. പിന്നെ ഒരു ഒരു നമ്മുടെ പണ്ടത്തെ കുറുക്കൊക്കെ പോലെ വരാനായിട്ട്. പിന്നെ കുറേശ്ശെ ഒഴിച്ച് അവൾക്ക് അറിയാം അതിൻ്റെ ഒരു ഇതെങ്ങനെ വരിക എന്നുള്ളത്. വേണ്ട, അതിങ്ങനെ കുറുകി വരുന്നുണ്ട്. ഇങ്ങനെ അത്ര പോരാ തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. പിന്നെ അവൾ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ട് പിന്നെ വീണ്ടും ഇളക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആളെടുത്തിരുന്നത് ചെമ്മീനെ. ഒരുമിച്ചിട്ടില്ല ആളതിൻ്റെ രീതിയിൽ ഓരോന്നോരോന്നൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി ക്ലിയറായിട്ടൊക്കെ എടുത്തിട്ടുള്ളത്. എല്ലാ ചെമ്മീനും എടുത്തിട്ട് 1/2 കിലോ മേടിച്ചിട്ട് ആകെ 12 പീസ് ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾ 4 ആളല്ലേ ഉള്ളതെന്ന് വെച്ച്. അപ്പോൾ ഇത് കുറുകി ഇങ്ങനെ വന്നിട്ടുണ്ട് സാധനം. ഇനി കുറച്ചൊരാൾ മറ്റേ അടച്ചു വയ്ക്കുന്നുണ്ട്. അത് അങ്ങനെ പറഞ്ഞു എന്നോട്.
അത് അടച്ചിങ്ങനെ സെറ്റപ്പാക്കി വയ്ക്കും. വെള്ളം ഇത്തിരി പറയുന്നുണ്ട്, അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി. അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. ഇളക്കി 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 എല്ലാത്തിലും പിടിപ്പിക്കുകയും പിടിപ്പിച്ചൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ റെഡിയായി. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് എൻ്റെ ഏകദേശം ആയതുകൊണ്ട് പിന്നെയാണ് അടച്ചു വയ്ക്കണത് ആൾ. നീ ആവിമ വെന്ത് വരണോടുകൂടി നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക.